എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ് ഇത്. ഞാനിവിടെ ഉണ്ടാക്കാറുള്ളതാണ്. വെളുത്ത കളറിലെ അച്ചാറാണ് ഇത്. ഇതിനകത്ത് കാന്താരി മുളക് ഇട്ടിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 10-12 നാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് വാറ്റി വെച്ചതാണ്. ഇത് ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കുക. ഒരു നല്ലോണം ആവി വന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്താൽ മതിയേ. നന്നായി ഒന്ന് വെന്ത് വരാനായിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ചിലവർ പച്ചക്ക് തന്നെ ഇട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ആവി വരട്ടെ. ആവി വന്നു കഴിയുമ്പോൾ ദേ ഈ ഒരു പരുവത്തിലാവും. ഒന്ന് ആവി കയറുമ്പോൾ ഒന്ന് ചൊട്ടി വരത്തില്ലേ, അതേപോലെ വന്നേക്കണേണ്ട്. ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ അരിഞ്ഞെടുക്കാം. അപ്പോഴേക്കാളും ഒരു ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ദേ അത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 10 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വട്ടം അരിഞ്ഞതാണ്. അത് നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് എരിവ് വേറെ ചേർക്കുന്നില്ല, കളറ്. 4 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനകത്തോട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കാളും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. സിമ്മിലിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കാളും നാരങ്ങ അരിഞ്ഞു വെക്കാം കേട്ടോ. ഇതേപോലെ അരിഞ്ഞു വെച്ചേക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കാളും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഉലുവാപ്പൊടി, കായംപൊടി. ഉലുവാപ്പൊടി ഞാൻ 1/2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കായംപൊടി 1.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പേരിന് മഞ്ഞൾപ്പൊടി, പൊടിക്ക് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാടല്ല. എന്നിട്ട് അതും കൂടി ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ആ സമയത്തേക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കാളും നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ നാരങ്ങയില്ലേ, അതും കൂടി ചേർത്തങ്ങാട് കൊടുക്കുക. ചേർത്തങ്ങാട് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കാളും നമുക്ക് ഒരിത്തിരി ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കാളും ഒരു 1/2 ഗ്ലാസ് ചൊറുക്ക നമുക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൊറുക്ക പുളി വേണമെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നാലേ ആ ഉപ്പൊക്കെ എന്തോരമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാലൻസ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇച്ചിരി കാന്താരി മുളക് ഉപ്പിലിട്ടതാണ് കേട്ടോ. ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ടാണ്. കാന്താരി മുളകും അതിൻ്റെ വെള്ളവും കൂടിയാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നത്. കുറച്ച് ബാലൻസിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. എന്നിട്ട് ആ കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇത്തിരി ഗ്രേവി പോലെയാണ് ഇട്ടേക്കുന്നത്. ഇത്തിരി ചാറ് കൂടിയ രീതിക്കാണ് ഇതെടുത്തേക്കുന്നത്. നല്ല അച്ചാറിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല കായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ല സ്മെല്ലുണ്ട്. ഇത് ഇവിടെ ഇങ്ങനത്തെ രീതിക്കാണ് നാരങ്ങാച്ചാർ എപ്പോഴും വെക്കണത്. ചുമന്ന രീതിക്ക് വെക്കാറില്ല, മുളക് പൊടി ഇട്ടിട്ട് വെക്കാറില്ലേ. ഇതാണ് ഇഷ്ടം. ഞാനൊരു 1.5 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് ആ കാന്താരി മുളക് ഉപ്പിലിട്ടത് കേട്ടോ. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായി. അപ്പോൾ ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പും പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാണ്ട്. ഇവിടെ ഇച്ചിരി ഉപ്പ് ഞാൻ ഫ്രണ്ടിലാണ് അച്ചാറിന് നിർത്താറുള്ളത്. ഈ കാന്താരി മുളകിലാണെങ്കിൽ ഇച്ചിരി ഉപ്പുണ്ട്, ഉപ്പിലിട്ടതല്ലേ. ഒരു 1.5 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട് എന്തായാലും ആ ഉപ്പിലിട്ട കാന്താരി മുളക്. ചിലർ നാരങ്ങ പച്ചനെ ചേർക്കും. എനിക്ക് അതിനേലും ഒരിത്തിരി ഇഷ്ടമായിട്ട് തോന്നിയേക്കണത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അരിഞ്ഞ് ചേർത്ത് അച്ചാറിടുന്നതാണ് എനിക്കിഷ്ടമായിട്ട് തോന്നിയേക്കണത്. ഈ അച്ചാർ ഇങ്ങനത്തെ രീതിക്ക് നാരങ്ങാച്ചാറൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.